മുഖ്യമന്ത്രി ചർച്ചയിൽ ആടി ഉലയുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയം. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനുമായി ഇന്നും ചേരിതിരിഞ്ഞ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഫ്ലക്സിൽ കരിയോയിൽ തെരുവിൽ പ്രതിഷേധം തുടരാനാണ് വി.ഡി. അനുകൂലികളുടെ തീരുമാനം. കെ.പി.സി. ആസ്ഥാനത്തിന് മുന്നിലെ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചു. പരസ്യപ്പോൾ അതൃപ്തി പ്രകടമാക്കി കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തിയിരുന്നു. ആവശ്യപ്പെട്ടു പലവട്ടം. ഞാനും ഇവിടെ ചാർജുള്ള ദീപാദാസ് മുൻഷിജിയും പലവട്ടം ആവശ്യപ്പെട്ടു. വിവാദ സ്റ്റേറ്റ്മെൻറ്റുകളും സോഷ്യൽ മീഡിയ ആണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും പ്രകടനം, ഫ്ലെക്സ് ഇതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അത് ബന്ധപ്പെട്ട നേതാക്കന്മാരെ ശ്രദ്ധിക്കണം, അണികളും ശ്രദ്ധിക്കണം. ആരാ മുഖ്യശത്രു രാഷ്ട്രീയത്തിൽ? ഞങ്ങളാരെങ്കിലും ഒരു നേതാവിന് എതിരായിട്ട് പറയുകയോ അനുകൂലമായിട്ട് വാദിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അത് എല്ലാവരും അവരവരുടേതായ രൂപത്തിലുള്ള അതിൻ്റെ സംയമനം പാലിക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഫ്ലക്സിന്റെ വലിപ്പം നോക്കിയല്ല മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. 2 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാവും, സംശയമൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞായറാഴ്ച പ്രഖ്യാപനം വരും. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം കൂടെ ഞാൻ കണക്കിലെടുത്തുകൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആരെ പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ അംഗീകരിക്കും. ജനവികാരം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫ്ലക്സിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അത് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കൂരിലും വി.ഡി. സതീശനായ ഒരു ഫ്ലക്സ് ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ നാടിന്റെ പല സ്ഥലങ്ങളിൽ ഇരു നേതാക്കൾക്കുമായുള്ള ഫ്ലക്സ്. ഇപ്പോൾ അതിനിടയിൽ രമേശ് ചെന്നിത്തല ഫ്ലക്സ് കാര്യമായി എവിടെയും കാണാനില്ല. എന്തൊരു പ്രശ്നം കൂടി ഉണ്ട്. രമേശ് ചെന്നിത്തല മത്സരത്തിൽ നിന്ന് പിന്നോട്ടേക്ക് പോയോ? ഇപ്പോൾ നേർക്കുനേർ വി.ഡി. കെ.സി. മത്സരം മാത്രമാണ് അതിനുള്ളിൽ നടക്കുന്നത് എന്ന കാര്യം നമുക്കറിയില്ല. ജിബിൻ ജെ ബി കൂടി ചെയ്യുന്നു. ജിബിൻ, ഇവിടെ ആലുവയിലും കണ്ണൂരിലും വി.ഡി. സതീശനായ ശക്തിപ്രകടനം നടത്താനാണ് അനുകൂലികളുടെ തീരുമാനമെന്ന് അറിയാൻ കഴിയുന്നു. ഇല്ല, പീരുമേട് രമേശ് ചെന്നിത്തലയുടെ ഫ്ലക്സ് ഉണ്ട് എന്നുകൂടി പറഞ്ഞു. അപ്പോൾ ചെന്നിത്തലയും ഫ്ലക്സിന്റെ കാര്യത്തിൽ പിന്നില്ല, പീരുമേട് രമേശ് ചെന്നിത്തലയുടെ ഫ്ലക്സ് ഉണ്ട്. ബാക്കി എവിടെയൊക്കെ സ്ഥലങ്ങളിൽ കെ.സിയുടെയും വീടിയുടെ ഫ്ലക്സ് ഉണ്ട്. ജിബിൻ തുടർന്നു. ജിബിൻ, ഇവിടെ ഇന്നും ഈ പറഞ്ഞ പ്രകടനം, വി.ഡിക്കായി പ്രകടനം തുടരാനാണ് അനുകൂലികളുടെ തീരുമാനം. ഇന്നലെ രാത്രിയും നമ്മൾ പല സ്ഥലങ്ങളിൽ അത് കാണുന്നുണ്ടായിരുന്നു. അതേസമയം എം.എൽ.എമാരുടെ പിന്തുണ കൂടുതൽ കേസിക്കാണ് എന്ന് തെളിയിക്കുന്ന ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പുറത്തുവിട്ട ചിത്രം അത് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. കലങ്ങി മറിയുകയാണ് ഒരു വലിയ വിജയത്തിന്റെ തിളക്കത്തിലും കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് ഉറപ്പിച്ചു പറയാം. ജബിൻ, കാശ്മീർ തന്നെയാണ്. കാരണം ഈ 102 MLA എന്നുള്ള വലിയൊരു വിജയത്തിന് ശേഷം പക്ഷേ അത് നിറമങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. KPCC ആസ്ഥാനത്തിന് മുന്നിൽ ഫ്ലെക്സ് യുദ്ധം നടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി സ്ഥാപിച്ച കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സിന് മുകളിലേക്ക് കരിയോയിൽ ഒഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും KPCC അധികൃതർ ഇടപെട്ടുകൊണ്ട് രാവിലെ തന്നെ ആ ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ജില്ലയുടെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സ് മാത്രമാണ് ഈ ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഫ്ലെക്സുകൾ ഉണ്ടായിരുന്നതിന്റെ എല്ലാം തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവർ പുതിയ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം എന്നാണ് വി.ഡി. സതീശന്റെ ഫ്ലെക്സിൽ എഴുതിയിട്ടുള്ളത്. മറ്റൊരു ഫ്ലെക്സ് വീണ്ടുമുണ്ട്, നാച്ചുറൽ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശന് വേണ്ടി മറ്റൊരു ഫ്ലെക്സും കൂടി ഉയർന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങിന് ശേഷം കെ.സി. എന്ന് പറഞ്ഞുകൊണ്ട് കെ.സി. അനുകൂലികളുടെ ഫ്ലെക്സ്. അങ്ങനെ പല തരത്തിലുള്ള ഓരോ ഫ്ലെക്സ് ബോർഡുകളും വെച്ചിരിക്കുന്നത് ഓരോരുത്തരാണ്. പ്രത്യേകിച്ച് കെ.സി. അനുകൂലിക്കുന്നവർ, അതുപോലെ വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവർ, ഇവരൊക്കെ തന്നെ ഇവരുടെ പേര് കൂടി പരസ്യമാക്കിക്കൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ വി.ഡി. സതീശന്റെ അനുകൂലികൾ വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനം നടത്താൻ വേണ്ടി അവർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വൈകിട്ട് 4 മണിയോടുകൂടി വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് വി.ഡി. സതീശൻ അനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇരിക്കൂരിലും കുറ്റ്യാടിയിലൊക്കെ തന്നെ കണ്ടതുപോലെയുള്ള വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനം ഇന്ന് തിരുവനന്തപുരത്തും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ വി.ഡി. സതീശൻ പക്ഷം ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. തങ്ങൾക്ക് തന്നെയാണ് MLA-മാരുടെ എണ്ണം കൂടുതലെന്നാണ് വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവർ വാദം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് 35 പേരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കെ.സി. വിഭാഗം പറയുന്നത് കെ.സിയോടൊപ്പം 47 പേരുണ്ടെന്നാണ്. പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന ആ ചിത്രം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വി.ഡി. പക്ഷം വിശ്വസിക്കുന്നവരിൽ പലരും തന്നെ കെ.സിയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം തെളിയിക്കുന്നതാണ് ഇന്ന് പുറത്തു വന്ന ആ ഒരു ചിത്രവും എന്ന് പറയുന്നത്. എന്തായാലും
കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസിന്റെ ഈ ഒരു മുഖ്യമന്ത്രി ചർച്ച എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയാതെ സാധിക്കില്ല. കാരണം ഒരിടത്ത് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയുടെ കാര്യം മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പോസ്റ്റർ യുദ്ധവും ഫ്ലെക്സ് യുദ്ധവും നടക്കുകയാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ അനുകൂലികൾ പരസ്യമായി പ്രതിഷേധവുമായി ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഇന്ന് രാവിലെ ഈ AICCക്ക് റിപ്പോർട്ട് കൈമാറുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം AICC നിരീക്ഷകരെത്തി ഇവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് AICCക്ക് കൈമാറും. അതിനുശേഷം AICCയുടെ നിലപാട് എന്തെന്ന് കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും കൂടുതൽ ശക്തി പ്രകടനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കുക. എന്തായാലും ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ KC വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ കരിയിൽ ഒഴുക്കുക എന്ന ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ കാണുന്ന ഫ്ലെക്സ് ബോർഡിലാണ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന്റെ അനുകൂലികൾ പാലഭിഷേകമൊക്കെ നടത്തിയത്. അതുപോലത്തെ ഒരു ഫ്ലെക്സ് ബോർഡാണ് KPCCക്ക് മുന്നിൽ വെച്ചിരുന്നത്. അതിലാണ് രാത്രിയോടുകൂടി മറ്റൊരു പക്ഷക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു കൂട്ടം പ്രവർത്തകർ വന്ന് കരിയിൽ ഒഴിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഈ രാഷ്ട്രീയ, അതായത് VD സതീശൻ അനുകൂലികളുടെ ഈ ശക്തി പ്രകടനം, അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? കാരണം പ്രത്യേകിച്ച് 2000-ഓളം പേർ പങ്കെടുക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനമാകും നടക്കുക എന്നാണ് VD സതീശനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ KSUവിൻ്റെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ മേൽത്തട്ടിലുള്ള മുതിർന്ന നേതാക്കൾ KCയോടൊപ്പമാണ്. പക്ഷേ അണികളിൽ പലരും ഇപ്പോഴും VD സതീശനോടൊപ്പമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി കണ്ടോൺമെന്റ് ഹൗസിൽ കണ്ടതാണ്. ഈ AICCയുമായി ചർച്ച നടത്തിയതിനു ശേഷം ഘടകകക്ഷി നേതാക്കൾ VD സതീശനെ സന്ദർശിക്കുന്നതിന് വേണ്ടി കണ്ടോൺമെന്റ് ഹൗസിൽ എത്തിയിരുന്നു. ആ സമയത്ത് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് സാധാരണക്കാരായ പ്രവർത്തകരാണ്. KC യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതായത് പ്രത്യേകിച്ച് പദവികളൊന്നുമില്ലാത്ത സാധാരണക്കാരായ പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. പല നേതാക്കളും ഇടുന്ന പോസ്റ്റിന് താഴെ വന്ന് VD സതീശൻ അനുകൂലികൾ പരസ്യമായി VDക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടുള്ള പോസ്റ്റ് ഇടുന്നുണ്ട്. അതുപോലെ ജെൻസിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ VD സതീശന് വേണ്ടിയിട്ട് ഒരു ചിത്രം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നത്. ഇതുവരെ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന 75,000-ലധികം ജെൻസി കുട്ടികളാണ് ആ ഒരു ചിത്രം ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഫ്ലെക്സ് യുദ്ധവും അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ തെരുവിലേക്കും ഈ ഒരു യുദ്ധം ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.